കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസ് ആണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലെ ശൗചാലയം ശുചീകരിച്ച് ഒറ്റയാൾ സമര നായകൻ MJ ഷാജി. ദുർഗന്ധം വമിച്ചിരുന്ന ശുചിമുറികളും കാട് പിടിച്ചു കിടന്നിരുന്ന പരിസരവുമാണ് MJ ഷാജി ശുചീകരിച്ചത്. ദുരിതം പേരെ കിടക്കുന്ന മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലെ ശൗചാലയം ശുചീകരിച്ച് ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ MJ ഷാജി. വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരുന്നു. ദുർഗന്ധം വമിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായ ശൗചാലയത്തിന്റെ പരിസരം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടും അധികൃതർ തിരിഞ്ഞ് നോക്കാതായതോടെയാണ് ശുചീകരണത്തിനായി MJ ഷാജി രംഗത്ത് വന്നത്. സിവിൽ സ്റ്റേഷനിലെ പൊതു ശൗചാലയം ശുചീകരിച്ചു നൽകി പ്രതിഷേധിക്കൂ എന്ന പ്ലക്കാർഡുമായാണ് ഷാജി ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ചൂൽ, ബ്രഷ്, ലോഷൻ, ഡെറ്റോൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഷാജി ശുചിമുറികൾ ശുചീകരിച്ചത്. ശുചിമുറിയും പരിസരവും ശുചീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചില്ലെന്നും ശുചീകരണ തൊഴിലാളികൾ തിരിഞ്ഞു നോക്കാറ് പോലുമില്ലെന്നും MJ ഷാജി പറഞ്ഞു. മൂവാറ്റുപുഴ താലൂക്കിലെ ഏതാണ്ട് എല്ലാ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷനാണിത്. ഇവിടെ വരുന്ന ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങൾക്ക് ഒരു പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഏറെ സമയം അവർ വരുമ്പോൾ വൃദ്ധർ, രോഗികൾ, വികലാംഗർ എല്ലാവരും ഉണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ. ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറെ സമയം ഈ ഓഫീസിൻ്റെ അവിടെ ചെലവഴിക്കേണ്ടി വരും. അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പൊതു ശൗചാലയമാണ് ഈ കാണുന്നത്. ഈ ശൗചാലയത്തിൻ്റെ ചുറ്റും കാടായിരുന്നു, ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായ കാട്. ഇതിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല. ഇനി ഇതെല്ലാം വകഞ്ഞു മാറ്റി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വൃത്തിഹീനമാണ്. ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തിയേ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ബോധമുള്ള ആരും കയറില്ല. ഇനി അഥവാ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം നശിച്ചു പോയിന്നിരിക്കും. അപ്പോൾ വളരെ ദുർഘടമായ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണിത്. ഈ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് കുറേ നാളത്തേക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയതാണ്. പക്ഷേ വീണ്ടും ഇത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരും പരിപാലിക്കുന്നില്ല. ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അവർ വന്നിട്ട് ഈ RDOയുടെ ഉത്തരവുണ്ട്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും കത്തിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. RDO ഉത്തരവിലേക്കാണ് അത്. അപ്പോൾ ഇവർ ശുചീകരണ തൊഴിലാളികൾ ഈ ഓഫീസ് ഇവിടെ നിന്ന് തന്നെയുള്ള ഓഫീസിലെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഈ ബാക്കി കൊണ്ടുവന്നിട്ട് കത്തിക്കാനല്ലാതെ ഈ ടോയ്ലറ്റ് ഒന്ന് വൃത്തിയാക്കാനോ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനോ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾക്ക് സമയമില്ല. പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കരുതെന്ന RDOയുടെ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത്. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലെ മാലിന്യങ്ങളടക്കം കത്തിക്കുന്നത് ഇവിടെ എത്തിച്ചാണ്. ഇതിന്റെ മുമ്പ് മാലിന്യം നിറഞ്ഞ സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിക്കാൻ MJ ഷാജി എത്തിയിരുന്നു. ഒറ്റയാൾ സമരത്തിലൂടെ ഇതിനു മുൻപും ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് ഓട്ടോ ഷാജി എന്ന MJ ഷാജി. മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കുരിശിൽ കിടന്നും ഗ്യാസ് വില വർധനയ്ക്കെതിരെ ഗ്യാസ് കുറ്റി തലയിൽ ചുമന്നും മൂവാറ്റുപുഴയാറിന്റെ മലിനീകരണത്തിൽ പ്രതിഷേധിച്ച് പുഴയിൽ മുട്ടുകുത്തി സമരം നടത്തിയും നഗരത്തിലെ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ മുട്ടിലിഴഞ്ഞുള്ള സമരവും ശവപ്പെട്ടിയിൽ 12 മണിക്കൂർ കിടന്നുള്ള സമരവും അങ്ങനെ വ്യത്യസ്ത സമരമുറകളിൽ ഷാജി പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.